മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് മലയാള സിനിമയുടെ പുതിയ തരംഗം, പുതിയ വാഗ്ദാനം. സന്തോഷ് പണ്ഡിറ്റ് എന്ന പണ്ഡിതനല്ലാത്ത സിനിമാ പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയ്ക്കും മുന്നിലാണ്. ഇപ്പോൾ തിയേറ്ററുകളിൽ കൂക്കിവിളിയും ആർപ്പുവിളിയും തള്ളയ്ക്കുവിളിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ മൊഴിയുകയുണ്ടായി. കൃഷ്ണനും രാധയും എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നു, താങ്കൾ അഭിനയിച്ചില്ലായിരുന്നെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ആരെ കൊണ്ടായിരിക്കും ഈ പറഞ്ഞ ജോണിന്റെ ക്യാരക്ടർ അഭിനയിപ്പിക്കുക? തീർച്ചയായിട്ടും എനിക്ക് ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കണമെന്നുണ്ടായിരുന്നു. ലാലേട്ടനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പവിത്ര, ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുത്തതാണെന്ന് കരുതി അതിരുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം, പക്ഷേ ഞാൻ ചെറിയവനാണെന്ന് അർത്ഥമില്ല. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്രയും കാലം ഞാൻ ജീവിക്കും. നീ പോ മോനെ ദാമോദര. ഒരുപക്ഷെ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റിന് ഭരത് മോഹൻലാലിന്റെ ശരീരഭാഷ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഭരത് മമ്മൂട്ടിയായിരിക്കും പിന്നീട് സമീപിക്കുക. മിസ്റ്റർ ദാമോദർ, ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുത്തതാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം, പക്ഷെ ഞാൻ ചെറിയവനാകണമെന്ന് അർത്ഥമില്ല. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്രയും കാലം ഞാൻ ജീവിക്കും. വീണ്ടും കാണാമെന്നല്ല, കണ്ടിരിക്കുമെന്ന് പറ. സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റിന് ഒരൽപ്പം തമാശയുടെ മേമ്പൊടി കൂടി ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഭീമൻ രഘുവിനെയും സമീപിച്ചെന്നു വരാം. ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം, പക്ഷേ ഞാൻ ചെറിയവനാകണമെന്നർത്ഥമില്ല. എന്റെ മൂക്കിലൂടെ എത്ര കാലം ശ്വാസം പോകുന്നു അത്രയും കാലം ഞാൻ ജീവിക്കും. ഇത്രയും താരങ്ങളെ പരീക്ഷിച്ചിട്ടും സന്തോഷ് പണ്ഡിറ്റിന് തൃപ്തിയായിട്ടില്ല. സന്തോഷ് പണ്ഡിറ്റ് എന്ന സംവിധായകൻ കുറെ പിന്നിലേക്ക് ചിന്തിക്കുകയാണ്. മലയാളത്തിന്റെ നിത്യവസന്തം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണനായി അദ്ദേഹത്തെ തന്നെ സമീപിക്കുമായിരുന്നു. മിസ്റ്റർ ദാമോദർ, ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് ഒരിക്കലും നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം, പക്ഷേ ഞാൻ ചെറിയവനാകണമെന്നർത്ഥമില്ല. എന്റെ മൂക്കിലൂടെ എത്ര കാലം ചോര പോകുന്നുവോ അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. പ്രേം നസീറിന്റെ ചിരിയും ഇദ്ദേഹത്തിന് തീരെ പിടിക്കുന്നില്ല. ഇനി ചിരിക്കാത്ത മറ്റൊരു മനുഷ്യനെ ആയിരിക്കും ഇദ്ദേഹം സമീപിക്കുന്നത്. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ജയൻ. നീയാണല്ലടാ രാധയെ ശല്യം ചെയ്യുന്ന ദാമോദർ പട്ടി. ഒരു പട്ടിക്ക് അതിന്റെ വാലുകൊണ്ട് നാണം മറയ്ക്കാനാവില്ല. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നീ വലിയവനാകാം, പക്ഷേ ഞാൻ ചെറിയവനാകണം എന്നർത്ഥമില്ല. എന്റെ മൂക്കിൽ എത്ര കാലം മുതലക്കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുവോ അത്രയും കാലം ഞാനും ജീവിക്കും. ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ സംവിധായകന്റെയും താരങ്ങളുടെയും അവസ്ഥ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. ദേഹിയില്ല, ദേഹിക്കിപ്പോൾ ദാഹമില്ല, സുഗന്ധമില്ല, സുഗന്ധിക്ക് ജീവനില്ല, തൂവലില്ല, മൈലമ്മയ്ക്ക് അഴകില്ല, രാധയില്ല, കൃഷ്ണനിനി ഗാനമില്ല. എന്റെ കണ്ണാടി ഇവിടെ എവിടെയോ കളഞ്ഞുപോയി. എനിക്കിപ്പോൾ ഒന്നും കാണുവാൻ കഴിയുന്നില്ല. കളഞ്ഞുപോയ കണ്ണാടി തിരിച്ചു കിട്ടിയാൽ അടുത്തയാഴ്ച വീണ്ടും കാണാം.